ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ. എന്താണ് വിശുദ്ധി എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിലുള്ള ഉത്തരം ദൈവത്തെ കണ്ണുകളിൽ നോക്കി നിൽക്കാനുള്ള നമ്മുടെ ആത്മവിശ്വാസം. അതാണ് വിശുദ്ധി. ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതും അതുതന്നെയാണ്. ദൈവത്തിനോടൊപ്പം ഉല്ലസിച്ച് നടന്നിരുന്ന അവർ ദൈവത്തിന് മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ, അനുസരണക്കേട് കാണിക്കുമ്പോൾ അവിടുത്തെ മുമ്പിലേക്ക് കടന്നു വരാൻ അവർക്ക് വൈമുഖ്യമുണ്ടാകുന്നു. നീ എവിടെ എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം ഞാൻ നഗ്നനാണ് എന്നതാണ്. നഗ്നത എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഒരു പക്ഷേ ജീവിത വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാവാം. തിരുസഭയിൽ ഒരുപാട് പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒട്ടനവധി പേർ വിശുദ്ധ ജീവിതം നയിച്ച് ആരും അറിയാതെ കടന്നുപോയ ഒരുപാട് ജന്മങ്ങളും ഈ ലോകത്തുണ്ട്. അവരെയൊക്കെ അന്വേഷിച്ച് ഒരുപാട് ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുടുംബങ്ങളിലും പൂർവികരിലൊക്കെ അവരെ കാണാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ളവരെ തിരിച്ചറിയാനും അവരുടെ മാതൃക പിൻചൊല്ലുവാനും ശ്രമിക്കുക എന്നുള്ളത് ഈ ദിവസത്തിൻ്റെ ഒരു സന്ദേശമാണ്. ഹൃദയവിശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുക എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ കാണാനുള്ള ഒരു മാനദണ്ഡം നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. ജ്ഞാനികൾക്ക് വഴികാട്ടിയ ആ നക്ഷത്രം യാക്കോവിൻ്റെ കിണറ്റിലാണ് ചെന്ന് പതിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ നക്ഷത്രം ഇപ്പോഴും അവിടെയുണ്ട്. അത് കാണാൻ നമുക്ക് സാധിക്കും. കാണാനുള്ള ഒരു കണ്ടീഷൻ എന്നുള്ളത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. വിശുദ്ധിയുള്ളവർക്ക് ആണ് ആ നക്ഷത്രം കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു നക്ഷത്രത്തെ കാണാൻ അത്രമാത്രം വിശുദ്ധി ആവശ്യമാണെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ നമ്മുടെയൊക്കെ ഹൃദയങ്ങൾക്ക് എന്തുമാത്രം വിശുദ്ധി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധിയോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം അപേക്ഷിച്ച് നല്ലവനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.